ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുല്ലയ്ക്ക് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചു. തനിക്ക് അപകീർത്തിയുണ്ടാക്കുന്ന വിധത്തിൽ പ്രചാരണം നടത്തിയ പാറക്കൽ അബ്ദുല്ല മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചു എന്നാണ് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. മുൻ MLA കൂടിയായ പാറക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ പ്രചരണം നടത്തി സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് റിബേഷ് അയച്ച നോട്ടീസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പാറക്കൽ അബ്ദുള്ള വിഷയത്തിൽ 3 ദിവസത്തിനകം പരസ്യമായ ഖേദപ്രകടനം നടത്തണം. അതുണ്ടായില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും റിബേഷ് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ റിബേഷിന്റെ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു. റെഡ് എൻകൗണ്ടേഴ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് റിബേഷ് പങ്കുവച്ചിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് നേതാവായ പാറക്കൽ അബ്ദുള്ള അടക്കമുള്ളവർ നീക്കം നടത്തിയെന്നാണ് റിബേഷിന്റെ ആരോപണം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.